നമുക്കൊന്ന് വീട്ടിലേക്ക് കിടന്നാലോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ കോമ്പാക്ട് പൗഡറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിനൊരു മാറ്റ് ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫേസിൽ യൂസ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള കോമ്പാക്ട് പൗഡർ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അതുപോലെ ഒരു പണി കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണേ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? ഞങ്ങളുടെ കോളേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഫ്രണ്ടിൻ്റെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം അവിടെ നിന്ന് റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്. എനിക്കാണെങ്കിൽ കോമ്പാക്ട് പൗഡറിനെ കുറിച്ച് അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഫേസിലൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു. ആ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ പണി കിട്ടിയത്. എൻ്റെ ഫേസിൽ അവിടെ ഇവിടെ ആയിട്ട് എനിക്ക് പിമ്പിൾസ് വന്നു തുടങ്ങി. ഫേസിൽ നിറച്ച് എനിക്ക് പിമ്പിൾസ് വന്നു തുടങ്ങി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ഓയിലി സ്കിന്നാണല്ലോ, അപ്പം എത്രയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഹോം റെമഡീസ് ട്രൈ ചെയ്യുന്നു പറഞ്ഞാലും നമുക്ക് മീൻസ് ഫേസിൽ അവിടെ ഇവിടെ ആയിട്ട് എപ്പോഴെങ്കിലും 1-2 പിമ്പിൾസ് വരും. അതുപോലെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത് ഫേസ് ആകെ നിറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് അടിച്ച് ഞാൻ ആ ഫ്രണ്ടിനോട് തന്നെ ചോദിച്ചു ഇത് എന്തിൻ്റെയാണ്. അപ്പോഴാണ് പറഞ്ഞത് ഈ ഒരു കോമ്പാക്ട് പൗഡർ ഡ്രൈ സ്കിന്നിൻ്റെ ആണെന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം ഡ്രൈ സ്കിന്നിൻ്റെ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഫേസിൽ ഇതുപോലെ പിമ്പിൾ വന്നത് അല്ലേ. അപ്പം ഞാൻ അവളോട് പറഞ്ഞ ആ കോമ്പാക്ട് പൗഡർ പിക്ക് അയച്ചുതരാം. അപ്പോൾ ഈ ഒരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു അവൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റെഗുലറായിട്ട് അവൾ കണ്ടിന്യൂ ആയിട്ട് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ തന്നെയാണ് ഈ കോമ്പാക്ട് പൗഡർ. പക്ഷേ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ സ്കിന്നിൻ്റെ കോമ്പാക്ട് പൗഡർ ആയിരുന്നു. എൻ്റെ ആണെങ്കിൽ ഓയിലി സ്കിന്നാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഫേസിന് പറ്റാത്ത എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ അപ്പോഴേക്കും എനിക്ക് പിമ്പിൾ വരും. അതാണ് എനിക്ക് സംഭവിച്ചത്. അല്ലാതെ ഈ ഒരു ബ്രാൻഡിന് ഒരു കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സ് ഇത് കുറേ പേര് ഈ ഒരു സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് അവരിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു കുഴപ്പം പറ്റിയത്. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് ഇങ്ങനെ എന്താ ഓരോ സ്കിന്നിനും ഓരോ കോമ്പാക്ട് പൗഡറും ഉണ്ടെന്ന്. അപ്പം ഞാനിതാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ പറ്റി കോമ്പാക്ട് പൗഡർ വേണം യൂസ് ചെയ്യാൻ. കോമ്പാക്ട് പൗഡർ മാത്രമല്ല, എന്തെങ്കിലും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയല്ല, ഏത് പ്രൊഡക്റ്റ് ആയാലും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലത്തെ പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പം എൻ്റെ ഫേസിൽ എന്ന് പറയുമ്പം ആ പിമ്പിൾസൊക്കെ പോയിട്ട് അതിൻ്റെ സ്പോട്സ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഹോം റെമഡീസ് തന്നെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബിൽ തന്നെ ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് എൻ്റെ ഫേസിൽ എനിക്ക് ഇത്രത്തോളം കുറഞ്ഞത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചിട്ട് അതിനെ പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലായിരിക്കും ടാറ്റ.